ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമ്മിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ലീഗൽ ലിറ്ററസിയിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സൊക്കെ മലയാളത്തിൽ ആവശ്യമുണ്ടെങ്കിൽ, മലയാള നോട്ട്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുൻ വീഡിയോസിലൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മൂന്നാമത്തെ ബ്ലോക്ക് ലീഗൽ ലിറ്ററസിയിലെ മൂന്നാമത്തെ ബ്ലോക്കിൻ്റെ പേര് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്നാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഒഫൻസസ് ആൻഡ് ദെയർ കാറ്റഗറീസാണ്. ഒഫൻസുകളും അതിൻ്റെ തരങ്ങളുമാണ്. ആദ്യം നോക്കാം. നമുക്ക് നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിച്ച് സമൂഹത്തെ സുരക്ഷിതമായിട്ട് നിലനിർത്തുക എന്നതാണ് ക്രമസമാധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എങ്കിലും ഇത് ന്യായമായും ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ഉള്ളത്. കുറ്റാരോപിതനായ വ്യക്തി യഥാർത്ഥത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള ഒരു പ്രക്രിയയാണ് വിചാരണ എന്ന് പറയുന്നത്. ഇത് ന്യായമായും രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഇനി അതിൻ്റെ ഡെഫിനിഷൻസ് ഓഫ് ഒഫൻസസ്, അതായത് കുറ്റത്തിൻ്റെ നിർവചനങ്ങൾ. കുറ്റം അല്ലെങ്കിൽ ഒഫൻസ് എന്ന വാക്ക് ലാറ്റിൻ പദമായ ഒഫൻഡറെ അല്ലെങ്കിൽ ഒഫൻഡർ എന്ന പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? എതിരെ സമരം ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഒഫൻഡറെ എന്ന വാക്കിൻ്റെ അർത്ഥം എതിരെ സമരം ചെയ്യുക എന്നാണ്. കുറ്റം ഒരു നിയമത്തിൻ്റെ ലംഘനമാണ്. കുറ്റകൃത്യം എന്നത് ഏതെങ്കിലും നിയമത്തിൻ്റെയോ കോഡിൻ്റെയോ ലംഘനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനെന്താണത്? നിയമപ്രകാരം ശിക്ഷാർഹമായ ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് കുറ്റം എന്ന് പറയുന്നത്. BNSSൻ്റെ സെക്ഷൻ 21(1)Q പ്രകാരം കുറ്റം എന്നത് തൽക്കാലം പ്രാബല്യത്തിൽ വരുന്ന ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ ഏതെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നാണ് അർത്ഥമാക്കുന്നത്. കൂടാതെ സെക്ഷൻ 20 പ്രകാരം പരാതി നൽകാവുന്ന ഏതൊരു പ്രവൃത്തിയും 1871 കന്നുകാലി ലംഘന നിയമം ഉൾപ്പെടെ എന്താണ് കുറ്റമായിട്ട് കണക്കാക്കുന്നത്. ഇനി കാറ്റഗറീസ് ഓഫ് ഒഫൻസസ് അണ്ടർ CRPC ആണ്. CRPCക്ക് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? CRPC പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അവയുടെ സ്വഭാവം, തീവ്രത, നടപടിക്രമങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തത് കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറയും. അതായത് തിരിച്ചറിയാവുന്ന കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും മജിസ്ട്രേറ്റിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ അന്വേഷണം ആരംഭിക്കാനും പോലീസിന് അധികാരം നൽകുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളെയാണ് ഇതിൽ പറയുക കൊഗ്നിസിബിൾ അല്ലെങ്കിൽ തിരിച്ചറിയാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടും. ഉദാഹരണത്തിന് കൊലപാതകം, ബലാത്സംഗം, പിന്നെ കവർച്ച, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. രണ്ടാമത്തത് നോൺ കോഗ്നിസിബിൾ ഒഫൻസസ് ആണ്. തിരിച്ചറിയാനാകാത്ത കുറ്റകൃത്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വാറണ്ടില്ലാതെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതും അന്വേഷിക്കാൻ മജിസ്ട്രേറ്റിൻ്റെ അനുമതി ആവശ്യമുള്ളതുമായ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെയാണ് ഇതിൽ നോൺ കോഗ്നിസിബിളിൽ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വ്യാജരേഖ ഉണ്ടാക്കൽ, വഞ്ചന, പൊതുശല്യം, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്, ഉദാഹരണങ്ങളാണ്. ഇനി ബെയിലബിൾ ഒഫൻസസ്, അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ. ഈ കേസുകളിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ അവകാശമുണ്ടെങ്കിൽ അതാണ് എന്ത് ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പിന്നെ നമ്മൾ ഏതെങ്കിലും ലളിതമായ മോഷണം, പൊതുപ്രവർത്തകരുടെ നിയമം അനുസരിക്കാത്തവരെയൊക്കെ ഉൾപ്പെടുന്ന കേസുകളൊക്കെ അതിൽ വരുന്നത്. ഇനി നോൺ ബെയിലബിൾ ഒഫൻസസ്, അത് ജാമ്യമില്ലാത്ത കുറ്റങ്ങൾ. ഈ കേസുകളിൽ എന്താ പറയുക, ജാമ്യത്തിന് ഒരു അവകാശവുമില്ലാത്ത കുറ്റകൃത്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കോടതിയുടെ വിവേചനാധികാരത്തിലാണ് അവർക്ക് ജാമ്യം വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക തന്നെ ചെയ്യുക. തട്ടിക്കൊണ്ടുപോകലൊക്കെ അതിനൊരു ഉദാഹരണം. ഇനി കോമ്പൗണ്ടബിൾ ഒഫൻസുകളാണ്. പരാതിക്കാരന് പ്രതിയുമായിട്ട് ഒത്തുതീർപ്പിന് സമ്മതിക്കലാണ് ഇത്. അതായത് വേണമെങ്കിൽ ഒത്തുതീർപ്പിലൂടെ അത് തള്ളാനും കഴിയും. അത്തരത്തിലുള്ള കേസുകളെയാണ് എന്ത് പറയുക, കോമ്പൗണ്ടബിൾ ഒഫൻസസ് എന്ന് പറയും. ഇനി നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ് എന്ന് പറഞ്ഞാലോ ഈ കുറ്റകൃത്യങ്ങൾ സ്വകാര്യമായി തീർപ്പാക്കാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങൾ. അപ്പോൾ എത്ര തരമുണ്ട്? 6 തരത്തിലുണ്ട്. ഒന്ന് കോഗ്നിസിബിൾ അല്ലെങ്കിൽ തിരിച്ചറിയാവുന്നത്, 2 നോൺ കോഗ്നിസിബിൾ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്തത്, പിന്നെ ബെയിലബിൾ ഒഫൻസ്, അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ, നോൺ ബെയിലബിൾ ഒഫൻസസ് ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങൾ, പിന്നെ കോമ്പൗണ്ടബിൾ ഒഫൻസസ് എന്ന് പറഞ്ഞാൽ പരാതിക്കാരൻ പ്രതിയുമായിട്ട് ഒത്തുതീർപ്പിന് സമ്മതിക്കാൻ കഴിയുന്ന ഒഫൻസുകൾ, പിന്നെ നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ് ഒത്തുതീർപ്പിന് സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഒഫൻസുകൾ. ഇനി അതിൽ നമുക്ക് ഓരോന്നിനെ വിശദമായിട്ട് നോക്കാം. ആദ്യം കോഗ്നിസിബിൾ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നത് നോക്കാം. ഒരു വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും മജിസ്ട്രേറ്റിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ പോലീസിന് അന്വേഷണം ആരംഭിക്കാനും കഴിയുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. BNSSൻ്റെ സെക്ഷൻ 2(1)Q പ്രകാരം തിരിച്ചറിയാവുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് നിർവചിച്ചിട്ടുള്ളത് നോക്കാം. കോഗ്നിസിബിൾ ഒഫൻസ് എന്നാൽ അതിനുള്ള
ഒരു കുറ്റകൃത്യമാണ്. കൂടാതെ കോഗ്നിസിബിൾ കേസ് എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് 1-ാം ഷെഡ്യൂൾ അനുസരിച്ച് അല്ലെങ്കിൽ തൽക്കാലം നിലവിലുള്ള മറ്റേതെങ്കിലും നിയമം അനുസരിച്ച് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കേസാണ്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ്, കോഗ്നിസിബിൾ ഒഫൻസിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊലപാതകം, ബലാത്സംഗം, കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ പൊതുസുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും കാര്യമായിട്ട് വെല്ലുവിളി ഉയർത്തുന്ന ഭീഷണിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെയും ഏതാണ്, ഇത്തരത്തിൽപ്പെടുന്നവയാണ്. അവയുടെ തീവ്രത കാരണം ഈ കുറ്റകൃത്യങ്ങൾക്ക് പോലീസിൻ്റെ അടിയന്തര ഇടപെടൽ അത്യാവശ്യമാണ്. കുറ്റവാളികളെ ആരാണോ കുറ്റവാളി അവരെ കൂടുതൽ ഉപദ്രവിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഉടൻ തന്നെ അന്വേഷണം നടത്താനോ അറസ്റ്റ് ചെയ്യാനോ പോലീസിന് അധികാരം കൊടുക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. മജിസ്ട്രേറ്റിൽ നിന്ന് വാറണ്ട് വാങ്ങാതെ തന്നെ കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായിട്ടുള്ള വ്യക്തികളെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനും ഒരു മജിസ്ട്രേറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ തിരിച്ചറിയാവുന്ന കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം ആരംഭിക്കാനും പോലീസിന് അവകാശമുണ്ട്. അതിൽ ഉദാഹരണങ്ങൾക്ക് നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെയാണ്. കൊലപാതകം സെക്ഷൻ 103 വരുന്നത്. പിന്നെ ബലാത്സംഗം സെക്ഷൻ 63, അതൊക്കെ BNS 63-64. തട്ടിക്കൊണ്ടുപോകൽ സെക്ഷൻ 137(2) വരുന്നത്. സ്ത്രീധനമരണം സെക്ഷൻ 80 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ് കോഗ്നിസിബിൾ ഒഫൻസസ്. ഈ കോഗ്നിസിബിൾ തിരിച്ചറിയാവുന്ന കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? BNSSൻ്റെ സെക്ഷൻ 173 പ്രകാരം ഒരു പ്രാഥമിക വിവരം റിപ്പോർട്ട്, അതായത് FIR ഫയൽ ചെയ്യുന്നതോടെയാണ് പ്രക്രിയ ആരംഭിക്കുന്നത്. ആർക്കും തിരിച്ചറിയാവുന്ന കുറ്റം രജിസ്റ്റർ ചെയ്യാനുള്ള വ്യവസ്ഥ പോലീസിനെ അറിയിക്കാനുള്ള അധികാരമുണ്ട്. FIR രജിസ്റ്റർ ചെയ്യുന്നതോട് കൂടിയിട്ട് പോലീസ് അന്വേഷണം ആരംഭിക്കും. തെളിവുകൾ ശേഖരിക്കുക, സാക്ഷികളെ അഭിമുഖം നടത്തുക, ആവശ്യമെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അറസ്റ്റിലായ വ്യക്തിയെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യണം. ഈ റൈറ്റ്സ് ഓഫ് ദ അക്യൂസ്ഡ്, കുറ്റാരോപിതരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അറസ്റ്റിൻ്റെ കാരണം അറിയിക്കാൻ പ്രതിക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ കുറ്റാരോപിതനെ ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു അഭിഭാഷകനെ കൊണ്ട് ഉപദേശിക്കാനും അവർക്ക് അവകാശമുണ്ട്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നെന്ന് ഉറപ്പാക്കാൻ പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യണം. ഇനി നോൺ കോഗ്നിസിബിൾ ഒഫൻസസിനെ കുറിച്ച് വിശദമായിട്ട്, അതായത് തിരിച്ചറിയാനാകാത്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്താണ്? ഒരു വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ലാത്തതും ഒരു മജിസ്ട്രേറ്റിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ അന്വേഷണം ആരംഭിക്കാൻ കഴിയാത്തതുമായ കുറ്റകൃത്യങ്ങളാണ് എന്ത് നോൺ കോഗ്നിസിബിൾ ഒഫൻസസ് എന്ന് പറയുന്നത്. BNSSൻ്റെ സെക്ഷൻ 2.0 ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യത്തെ എങ്ങനെയാണ് നിർവചിച്ചിട്ടുള്ളത് നോക്കാം. നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്നാൽ അതിന് ഉള്ള ഒരു കുറ്റമാണ്. നോൺ കോഗ്നിസിബിൾ കേസ് എന്ന് പറയുന്നത് വാറണ്ടില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമില്ലാത്തൊരു കേസാണ്. ഇനി അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? തിരിച്ചറിയാവുന്ന കുറ്റകൃത്യങ്ങളെ അപേക്ഷിച്ച് തിരിച്ചറിയാനാകാത്ത കുറ്റകൃത്യങ്ങൾ പൊതുവെ കാഠിന്യം കുറവായിരിക്കും. പൊതുസുരക്ഷയ്ക്ക് ഇത് കുറഞ്ഞ ഭീഷണിയാണ് ഉണ്ടാക്കുകയുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അന്വേഷണം ആരംഭിക്കുന്നതിനാണ് മജിസ്ട്രേറ്റിൻ്റെ അനുമതി ആവശ്യവുമാണ്. വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ ജുഡീഷ്യൽ മേൽനോട്ടം ആവശ്യമാണ്. പൊതുശല്യം, അക്രമം, വഞ്ചന, വ്യാജരേഖ ചമക്കൽ എന്നൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നവ. ഇനി അതിൻ്റെ പ്രൊസീജിയറുകൾ എങ്ങനെയൊക്കെയാണ്? പോലീസിൽ പരാതി കൊടുക്കുക. എന്നാൽ തിരിച്ചറിയാനാകാത്ത കുറ്റകൃത്യങ്ങൾക്ക് FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കഴിയില്ല. പകരം ഒരു നോൺ കോഗ്നിസിബിൾ റിപ്പോർട്ട് അല്ലെങ്കിൽ NCR രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അന്വേഷണം ആരംഭിക്കുന്നതിന് CRPCയുടെ സെക്ഷൻ 155(2) പ്രകാരം പോലീസ് മജിസ്ട്രേറ്റിൻ്റെ അനുമതി തേടുകയും ചെയ്യണം. തിരിച്ചറിയാനാവാത്ത കുറ്റകൃത്യങ്ങൾക്ക് വാറണ്ടില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയില്ല. മജിസ്ട്രേറ്റിന് അനുമതി നൽകി കഴിഞ്ഞാൽ പോലീസിന് കുറ്റകൃത്യം അന്വേഷിക്കാനും തെളിവുകൾ ശേഖരിക്കാനും സാധ്യമാകും. ഇനി റൈറ്റ്സ് ടു ദ അക്യൂസ്ഡ്, കുറ്റാരോപിതരുടെ അവകാശങ്ങളാണ്. അംഗങ്ങൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അറിയിക്കാൻ പ്രതിക്ക് അവകാശമുണ്ട്. കുറ്റാരോപിതരെ അവർക്ക് ഇഷ്ടമുള്ള ഒരു അഭിഭാഷകനെ കൊണ്ട് ഉപദേശിക്കാനും വാദിക്കാനുമുള്ള അവകാശമുണ്ട്. വാറണ്ടില്ലാതെ അറസ്റ്റ് അനുവദനീയമല്ലാത്തതുകൊണ്ട് ഏകപക്ഷീയമായ തടങ്കലിൽ നിന്ന് പ്രതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇനി കമ്പാരിസൺ വിത്ത് കോഗ്നിസിബിൾ ആൻഡ് നോൺ കോഗ്നിസിബിൾ ഒഫൻസസ് ആണ്. നോക്കുക, തിരിച്ചറിയാനാകാത്ത കുറ്റകൃത്യങ്ങളെ അപേക്ഷിച്ച് നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾക്ക് കാഠിന്യം കുറവാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, കുറ്റകൃത്യങ്ങളും കുറവാണ്. അറസ്റ്റ്, അന്വേഷണം തുടങ്ങിയ നടപടികൾക്ക് വാറണ്ടുകളും മജിസ്ട്രേറ്റിൻ്റെ അനുമതിയും ആവശ്യമുള്ള തിരിച്ചറിയാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങളിൽ പോലീസിൻ്റെ അധികാരങ്ങൾ വളരെ പരിമിതമാണ്. പോലീസിന് വേഗത്തിൽ നടപടിയെടുക്കാൻ കഴിയുന്ന കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങളെ ജുഡീഷ്യൽ മേൽനോട്ടമില്ലാതെ ഉടനടി നടപടിയെടുക്കാൻ കഴിയില്ല. ഇത്രയാണതിൻ്റെ ഡിഫറൻസുകൾ. ഇനി ബെയിലബിൾ ഒഫൻസാണ്, ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ. പറഞ്ഞു, ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതിക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാനുള്ള അവകാശം നൽകുന്നത്.
ജാമ്യം അനുവദിക്കുന്നത് അവകാശമായി കണക്കാക്കുന്നുണ്ട്. പ്രതിക്ക് അത് പോലീസിൽ നിന്നോ കോടതിയിൽ നിന്നോ അവകാശപ്പെടുകയും ചെയ്യാം. ഇനി BNSSൻ്റെ സെക്ഷൻ 2C പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന കുറ്റത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജാമ്യം ലഭിക്കാവുന്ന കുറ്റം എന്നാൽ ഒന്നാം ഷെഡ്യൂളിൽ ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നതോ തൽക്കാലം നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്താൽ ജാമ്യം ലഭിക്കുന്നതോ ആയ കുറ്റകൃത്യമല്ല ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ പ്രതിക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാനുള്ള അധികാരമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനോ കോടതിക്കോ ജാമ്യം അനുവദിച്ചു കൊടുക്കാനും അവകാശമുണ്ട്. പിന്നെ ഈ കുറ്റകൃത്യങ്ങൾ പൊതുവെ കാഠിന്യം കുറവുള്ളതും സുരക്ഷയ്ക്കോ ക്രമത്തിനോ കാര്യമായ ഭീഷണി ഉയർത്താത്ത വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായിരിക്കും. അതിൽ ലളിതമായ ആക്രമണം, പൊതുശല്യം, വഞ്ചന എന്നിവയെല്ലാം ഉൾപ്പെടും. ഇനി അതിൻ്റെ പ്രൊസീജിയറുകൾ. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യാമെങ്കിലും ജാമ്യത്തിനുള്ള അവരുടെ അവകാശം അവരെ അറിയിക്കണം. പ്രതിക്ക് പോലീസ് സ്റ്റേഷനിൽ ചുമതല ഉള്ള പോലീസ് ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ കോടതിയോടോ ജാമ്യത്തിന് അപേക്ഷിക്കാം. പോലീസോ കോടതിയോ ജാമ്യം അനുവദിക്കുകയും ചെയ്യണം. അത് പ്രതിയുടെ അവകാശമാണ്. വ്യക്തിഗത ബോണ്ടിലോ ആൾജാമ്യത്തിലോ ആണ് ജാമ്യം അനുവദിക്കേണ്ടത്. ഇനി റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡ്, അയാളുടെ കുറ്റാരോപിതൻ്റെ അവകാശങ്ങൾ. അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ പ്രതിക്ക് ജാമ്യത്തിനുള്ള അവകാശം അറിയിക്കണം. അവർക്കിഷ്ടമുള്ളൊരു നിയമ പ്രാക്ടീഷണറെ കൊണ്ട് ഉപദേശം തേടാനുള്ള സംരക്ഷണം അദ്ദേഹത്തിന് അവകാശമുണ്ട്. അനാവശ്യമായ കാലതാമസം കൂടാതെ വേഗത്തിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ അദ്ദേഹത്തിന് കുറ്റവാളിക്ക് അവകാശമുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ ജാമ്യം അനുവദിക്കാൻ പോലീസിനും മജിസ്ട്രേറ്റിനും അധികാരമുണ്ട്. ഇനി നോൺ വെയിലബിൾ ആണ്, അതായത് ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങൾ. ജാമ്യമില്ലാത്ത കുറ്റം എന്നത് പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് ശരിയല്ലാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. പകരം അത് കോടതിയുടെ വിവേചന അധികാരത്തിലാണ് തീരുമാനിക്കുക. BNSS പ്രകാരം ജാമ്യമില്ലാ കുറ്റം എന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമല്ലാത്ത മറ്റേതൊരു കുറ്റവും അതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ജാമ്യമില്ലാത്ത കുറ്റങ്ങൾ സാധാരണഗതിയിൽ ഗൗരവമുള്ളതും സമൂഹത്തിന് കാര്യമായ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ളതുമായ കുറ്റകൃത്യങ്ങളാണ്. ഇവിടെ ജാമ്യം എന്നത് ശരിയല്ല, അതൊരിക്കലും കൊടുക്കാൻ കഴിയില്ല. പിന്നെ കോടതിക്ക് അതിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അന്വേഷണത്തിനൊക്കെ ശേഷം ജാമ്യം വേണമെങ്കിൽ അങ്ങനെ അനുവദിക്കാം എന്നേ ഉള്ളൂ. ഇതിൽ വരുന്നത് കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച എന്നിവയൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജാമ്യമില്ലാ കുറ്റം ചെയ്തതായിട്ട് സംശയിക്കുന്ന വ്യക്തികളെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയും. പ്രതി ഔദ്യോഗിക രേഖയായിട്ട് പോലീസിനായിട്ട് BNS സെക്ഷൻ 173 പ്രകാരം ഒരു FIR ഫയൽ ചെയ്യുന്നുണ്ട്. പോലീസ് കുറ്റം അന്വേഷിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും സാക്ഷികളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അന്വേഷണത്തിൽ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലായേക്കാം. ഇവരെ 24 മണിക്കൂറിനകം ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കണം. ഇനി ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഫോർ ഗ്രാൻഡിങ് ബെയിൽ ഇൻ നോൺ ബെയിൽ, അതായത് ജാമ്യമില്ലാത്ത കുറ്റങ്ങളിൽ ജാമ്യം നൽകുന്നതിന് പരിഗണിക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ കർശനം. രണ്ടാമത്തത് തെളിവുകളാണ്. മൂന്നാമത്തത് ഫ്ലൈറ്റ് റിസ്ക് കാരണം വിചാരണ ഒഴിവാക്കാൻ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയുള്ള സംഗതികളാണ്. പിന്നെ മുൻ ക്രിമിനൽ റെക്കോർഡ്, പിടിച്ചെടുത്ത വ്യക്തിയുടെ മുന്നേ ഉള്ള ക്രിമിനൽ റെക്കോർഡുകൾ, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത, പിന്നെ സാക്ഷികൾക്ക് ഭീഷണി, ഇത്രയാണ്. ഇനി റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡ്, കുറ്റാരോപിതരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അറസ്റ്റിനുള്ള കാരണം പ്രതിയെ അറിയിക്കണം. കുറ്റാരോപിതന് അവർക്ക് ഇഷ്ടമുള്ളൊരു അഭിഭാഷകനോട് ഉപദേശിക്കാനും വാദിക്കാനും അവകാശമുണ്ട്. ന്യായമായ സമയത്തിനുള്ളിൽ ന്യായമായതും പരസ്യവുമായ വിചാരണയ്ക്കും പ്രതിക്ക് അർഹതയുണ്ട്. ഇനി കമ്പാരിസൺ വിത്ത് വെയിലബിൾ ഒഫൻസ് ആൻഡ് നോൺ അവൈലബിൾ ഒഫൻസ്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെ അപേക്ഷിച്ച് ജാമ്യമില്ലാ കുറ്റങ്ങൾ കൂടുതൽ കഠിനമാണ്. നമ്മൾ പറഞ്ഞു, ജാമ്യമില്ലാ കുറ്റങ്ങളിൽ ജാമ്യം എന്നതൊരിക്കലും ശരിയല്ല. അതേസമയം ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ അത് ഒരു അവകാശവുമാണ്. ജാമ്യമില്ലാ കുറ്റങ്ങളിൽ വലിയ ജുഡീഷ്യൽ വിവേചന അധികാരം പ്രയോഗിക്കുന്നുണ്ട്. ഇനി കോമ്പൗണ്ടബിൾ ഒഫൻസസ്. കുറ്റാരോപിതന് അല്ലെങ്കിൽ ഇരയ്ക്ക് കുറ്റാരോപിതനുമായിട്ട് ഒന്നുകിൽ ഒരു ചർച്ച വെച്ചിട്ട് അതിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അതിന് സമ്മതിക്കുന്ന ഒരു രീതിയാണ് ഇത്. പലപ്പോഴും പരാതി പിൻവലിക്കുന്നതിലേക്ക് വരെ നയിക്കാറുണ്ട്. BNSSൻ്റെ 359 വകുപ്പ് പ്രകാരം കുറ്റകൃത്യങ്ങളെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെ കുറ്റങ്ങളാണ് കോമ്പൗണ്ട് ചെയ്യുന്നതെന്നും അവ കൂട്ടിച്ചേർക്കുന്നതിനുള്ള നടപടികളെ കുറിച്ചൊക്കെ ഈ സെക്ഷൻ 359 പ്രത്യേകം, അതായത് എല്ലാ കേസുകളിലും എന്ത് പറ്റില്ല, ഈ മധ്യസ്ഥ വയ്ക്കൽ അല്ലെങ്കിൽ മധ്യസ്ഥ പരിഹാരം സാധ്യമല്ല. അപ്പം അത് പ്രത്യേകം BNSSൽ രേഖപ്പെടുത്തിയിട്ട്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്?
കോടതിക്ക് പുറത്ത് വിഷയം പരിഹരിക്കാൻ ഉൾപ്പെടെ കക്ഷികളെ അനുവദിക്കുന്നുണ്ട്. ഇതിന് അതായത് കോടതിയിൽ കയറേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചിട്ട് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇതിന് പരാതിക്കാരൻ്റെയും പ്രതിയുടെയും സ്വമേധയുള്ള പരസ്പര സമ്മതം ആവശ്യമാണ്. ചില കേസുകളിൽ കോമ്പൗണ്ടിങ് കോടതിയുടെ അനുമതി ആവശ്യമാണ്. കോമ്പൗണ്ടിങ് കേസുകളിൽ വരുന്നത് ഉപദ്രവം, അപകീർത്തിപ്പെടുത്തൽ, ക്രിമിനൽ അതിക്രമം എന്നിവയൊക്കെയാണ്. ഇനി അതിൻ്റെ പ്രൊസീജിയേഴ്സ്. തുടക്കത്തിൽ പ്രതികൾക്കെതിരെ പരാതിക്കാരൻ പരാതി നൽകും. കക്ഷികൾ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ സമ്മതിക്കും. ആവശ്യമെങ്കിൽ കോമ്പൗണ്ടിനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. ഒത്തുതീർപ്പ് സ്വമേധയാ ഉള്ളതാണെന്നും നിർബന്ധിതമല്ലെന്നും ഉറപ്പാക്കാൻ കോടതി അപേക്ഷ ഒന്നുകൂടി വായിച്ച് വിലയിരുത്തും. കോടതി അത് ശരിവെക്കുകയാണെങ്കിൽ കുറ്റമില്ലാതാക്കാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും. കേസ് ഫലപ്രദമായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇനി ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് കോമ്പൗണ്ടിങ് ആണ്. കോമ്പൗണ്ടിങ്ങിൻ്റെ നിയമപരമായ പ്രത്യാഘാതം. പരാതികൾക്കെതിരായ കുറ്റങ്ങൾ പിൻവലിക്കുകയും പ്രതിയെ വെറുതെ വിടുകയും ചെയ്യുന്നു. ഒരിക്കൽ പിടിച്ചെടുത്താൽ കേസ് വീണ്ടും തുറക്കാനോ ഭാവിയിൽ പ്രതികൾക്കെതിരെ ഉപയോഗിക്കാനോ കഴിയില്ല. കോടതിക്ക് പുറത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ഇത് നീതിന്യായ വ്യവസ്ഥയുടെ ഭാരമാണ് ഉണ്ടാക്കുന്നത്. ഇത് കക്ഷികൾക്കിടയിൽ ഒത്തുതീർപ്പും പുനഃസ്ഥാപനവും പ്രോത്സാഹിപ്പിക്കുന്നു. ഒത്തുതീർപ്പ് കോടതി വിചാരണയെ അപേക്ഷിച്ച് കോമ്പൗണ്ടിങ് വേഗത്തിലുള്ള റെസൊല്യൂഷൻ നൽകുന്നു. BNSSന്റെ വിഭാഗത്തിലെ റിലീസ് ചെയ്തിരിക്കുന്ന നിർദ്ദിഷ്ട കുറ്റകൃത്യങ്ങൾ മാത്രമേ കൂട്ടിച്ചേർക്കാൻ കഴിയുകയുള്ളൂ. കോടതിയുടെ അനുമതി ആവശ്യമുള്ള കേസുകളിൽ എന്തെങ്കിലും ദുരുപയോഗം സംശയിച്ചാൽ കോമ്പൗണ്ടിങ് നിരസിക്കാൻ കോടതിക്ക് അധികാരം ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ. ഇനി നോൺ കോമ്പൗണ്ടിങ് ഒഫൻസസ്, കോമ്പൗണ്ടിങ് അല്ലാത്ത കുറ്റകൃത്യങ്ങൾ, അതായത് കുറ്റാരോപിതനുമായി ഒത്തുതീർപ്പിന് ഒരിക്കലും കഴിയാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ കുറ്റകൃത്യങ്ങൾ ഗുരുതരമായി കണക്കാക്കുകയും പൊതുസുരക്ഷയ്ക്ക് ക്രമസമാധാനത്തിനും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പരാതിക്കാരനും പ്രതിയും തമ്മിൽ കുറ്റകൃത്യങ്ങളെ ഒത്തുതീർപ്പിന് നിയമവ്യവസ്ഥകളൊന്നും അനുവദിക്കുന്നില്ല. കോമ്പൗണ്ടിങ് അല്ലാത്ത കുറ്റങ്ങൾ ഉൾപ്പെടുന്ന കേസുകൾ അന്വേഷണം, വിചാരണ, ശിക്ഷാവിധി എന്നിവ ഉൾപ്പെടെ പൂർണ്ണമായ ഒരു ജുഡീഷ്യൽ പ്രക്രിയയിലൂടെ തന്നെ കടന്നുപോകണം. കൊലപാതകവും ബലാത്സംഗവും മോചനദ്രവ്യത്തിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകലും അതുപോലെ ഡെക്കോയിറ്റിയും തീവ്രവാദവും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. BNSSന്റെ സെക്ഷൻ 173 പ്രകാരം ഒരു പ്രാഥമിക റിപ്പോർട്ട്, അതായത് FIR ഫയൽ ചെയ്യുന്നതോടെയാണ് പ്രക്രിയ ആരംഭിക്കുന്നത്. വിശദമായ അന്വേഷണം, തെളിവെടുപ്പ്, സാക്ഷികളെ മൊഴിയെടുക്കൽ, കുറ്റപത്രം തയ്യാറാക്കൽ എന്നിവ പോലീസ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നു. അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം BNS സെക്ഷൻ 193 പ്രകാരം പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. കേസ് വിചാരണയിലേക്ക് നീങ്ങും. അവിടെ തെളിവുകൾ അവതരിപ്പിക്കുകയും സാക്ഷികളെ വിസ്തരിക്കുകയും നിയമപരമായ വിവാദങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. തെളിവുകളുടെയും വാദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറയുന്നത്. പ്രത്യേക കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കോടതി ഉചിതമായ ശിക്ഷ അയാൾക്ക് കൊടുക്കുകയും ചെയ്യും. ഇനി റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡ്, കുറ്റാരോപിക്കപ്പെട്ട ആളുകൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? കുറ്റാരോപിതന് നീതിയുക്തവും നിഷ്പക്ഷവുമായ വിചാരണക്ക് അർഹതയുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളൊരു അഭിഭാഷകനെ അവരുടെ പ്രതിനിധികൾക്കായിട്ട് വെക്കാനുള്ള അധികാരമുണ്ട്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഉയർന്ന കോടതിയിൽ അപ്പീൽ പോകാനുള്ള അവകാശവും പ്രതിക്ക് ഉണ്ട്. കോടതി തെളിവുകളുടെ സമഗ്രമായ പരിശോധന നടത്തുകയും നടപടികൾ ക്രമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ഇനി കമ്പാരിസൺ വിത്ത് കമ്പൗണ്ടബിൾ ഒഫൻസസ്, കോമ്പൗണ്ടബിൾ ഒഫൻസുമായിട്ടുള്ള അതിൻ്റെ ഒരു താരതമ്യം. കോമ്പൗണ്ടിങ് കുറ്റകൃത്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോമ്പൗണ്ടിങ് അല്ലാത്ത കുറ്റകൃത്യങ്ങൾ കൂടുതൽ ഗുരുതരവും സാമൂഹികമായ സ്വാധീനം കൂടുതലുള്ളതുമായ കുറ്റകൃത്യങ്ങളാണ്. ഇവയ്ക്ക് പൂർണ്ണമായ ജുഡീഷ്യൽ പരിഹാരം ആവശ്യമുണ്ട്. അതേസമയം കോമ്പൗണ്ടിങ് കുറ്റകൃത്യങ്ങൾ കോടതിക്ക് പുറത്ത് നിർവഹിക്കാവുന്നതാണ്. കോമ്പൗണ്ടിങ്ങിൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നോൺ കോമ്പൗണ്ടിങ് കുറ്റകൃത്യങ്ങൾ അവയുടെ ഗുരുതരമായ സ്വഭാവം കാരണം കൂടുതൽ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയവുമാണ്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ബ്ലോക്കിലെ മറ്റൊരു യൂണിറ്റുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.